സിക്സ്ത് സ്റ്റാൻഡേർഡിലെ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന 7th ചാപ്റ്റർ വേൾഡ് ജോഗ്രഫിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഭൂഖണ്ഡങ്ങളിലൂടെ ചരിത്രത്തിലേക്ക് പായ്ക്കപ്പലോടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് മാതേയി. ഞങ്ങളൊന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക്കും അറ്റ്ലാന്റിക്കും കടന്ന് ചരിത്രം തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലക്കും ഇടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റിവന്നു. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാവിവരണത്തിൽ നിന്ന് കമാൻഡർ അഭിലാഷ് ടോമി പങ്കുവെക്കുന്ന ഒരു യാത്രാ അനുഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ നാവികസേനയുടെ മാതേയി എന്ന പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റിവന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമാണ് അഭിലാഷ് ടോമി. സമുദ്രങ്ങളിൽ നിന്ന് സമുദ്രങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ വിശാലമായ ഭൂമുഖത്ത് തനതു സവിശേഷതകളുടെ കരകൾ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുവെന്ന്, അവയെല്ലാം എത്രത്തോളം പരസ്പര ബന്ധിതമാണെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഇനി ഓരോ ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വലുപ്പത്തിൽ ഒന്നാമൻ. ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡമെന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യയുടെ ഭാഗമാണ്. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. ഇനി ഏഷ്യയുടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏഷ്യയുടെ കിഴക്ക് പസഫിക് സമുദ്രമാണ്. കിഴക്ക് പസഫിക്, പടിഞ്ഞാറ് യൂറോപ്പ്, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യുറാൽ പർവ്വതനിരയാണ് യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പർവ്വതം ഏഷ്യയിലാണ് ഉള്ളത്. ഏഷ്യയിലെ മറ്റു പർവ്വതങ്ങൾ അറ്റ്ലസിൻ്റെ സഹായത്തോടെ കണ്ടെത്താനൊക്കെയാണ് പറയുന്നത്. പർവ്വതങ്ങൾ കൂടാതെ മരുഭൂമി, സമതലം, പീഠഭൂമി എന്നിവയും ഏഷ്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളാണ്. ധാരാളം നദികളും ഏഷ്യയിലൂടെ ഒഴുകുന്നു. യാങ്സിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി. ഇനി മരുഭൂമികൾ. വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശമാണ് മരുഭൂമികൾ. ഇവയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നവ ഉഷ്ണമരുഭൂമികളെന്നും അതിശൈത്യം അനുഭവപ്പെടുന്ന ശീതമരുഭൂമികൾ എന്നും അറിയപ്പെടുന്നു. സമതലങ്ങൾ. എന്താണ് സമതലങ്ങൾ? ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ. ഇവ പൊതുവെ ഫലഭൂയിഷ്ഠങ്ങളാണ്. ഇനി പീഠഭൂമി. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോടു കൂടിയതുമായ വിസ്തൃത ഭൂപ്രദേശമാണ് പീഠഭൂമികൾ. ഇനി ഏഷ്യയിലെ കുറച്ച് ഭൂപ്രകൃതി സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ലഡാക്ക് ശീതമരുഭൂമിയാണ്. യാങ്സി എന്ന് പറയുന്നത് താഴ്വരയാണ്. ഡക്കാൻ എന്ന് പറയുന്നത് പീഠഭൂമിയാണ്. താർ എന്ന് പറയുന്നത് ഉഷ്ണമരുഭൂമിയാണ്. ഹിമാലയം എന്ന് പറയുന്നത് പർവ്വതനിരയാണ്. മഞ്ചൂരിയൻ എന്നുള്ളത് സമതലമാണ്.
ഇനി ഏഷ്യയിലെ കാലാവസ്ഥ. ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഏഷ്യയിലെ കാലാവസ്ഥയും. ഏഷ്യയുടെ വടക്കുഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നു. സമുദ്ര സാമീപ്യം ഉള്ളതിനാൽ കിഴക്കുഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്കുഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ്. മരുപ്രദേശമായ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലാണ്. ഇനി സസ്യജന്തുജാലങ്ങൾ. കാലാവസ്ഥയിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഏഷ്യയിൽ കാണപ്പെടുന്നു. സസ്യജന്തുജാലങ്ങളിൽ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുള്ളത് റഫ്ലേഷ്യ, നീലക്കുറിഞ്ഞി, ഹിമപ്പുലി, ചുവന്ന പാണ്ട ഇവയൊക്കെയാണ്. ഇനി ജനജീവിതം. ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. ലോക ജനസംഖ്യയുടെ 60% അധികവും ഏഷ്യയിലാണ്. ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ലോകത്ത് ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയാണ്. വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമഭൂമി കൂടിയാണ് ഇവിടം. ടോക്കിയോ, മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങൾ മുതൽ ജനവാസം തീരെ കുറഞ്ഞ ഗ്രാമങ്ങൾ വരെ ഏഷ്യയിലുണ്ട്. ടോക്കിയോ, മുംബൈ ഇവ ഏഷ്യയിലെ തിരക്കേറിയ നഗരങ്ങളാണ്. ഇനി അടുത്ത ഭൂഖണ്ഡം. സാവന്നയും സഹാറയും കോങ്കോയും തടവും കടന്ന്. സാവന്ന, സഹാറ, കോങ്കോ തടവും കടന്ന് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിശാലമായ സാവന്ന പുൽമേടുകൾ മുതൽ ഇടതൂർന്ന മഴക്കാട് വരെ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ആഫ്രിക്ക ഭൂഖണ്ഡത്തിന് ഉള്ളത്. വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആഫ്രിക്ക. വലുപ്പത്തിൽ രണ്ടാം സ്ഥാനം ആഫ്രിക്ക. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഏറെക്കുറെ തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണിത്. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയായ സഹാറയും ഉഷ്ണമേഖലാ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടവും ഈ ഭൂഖണ്ഡത്തിൻ്റെ സവിശേഷതയാണ്. സഹാറയും കോങ്കോ നദീതടവും ആഫ്രിക്കയുടെ സവിശേഷതകളാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നൈൽ ഈ ഭൂഖണ്ഡത്തിലൂടെയാണ് ഒഴുകുന്നത്. ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് കിളിമഞ്ചാരോ. കിളിമഞ്ചാരോ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ്. ഇനി സഹാറ മരുഭൂമി. ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ് സഹാറ. വിശാലമായ മണൽമേടുകളും പാറകൾ നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്രവിഭാഗക്കാരും സഹാറയുടെ സവിശേഷതയാണ്. ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ഇവിടെ വർഷം മുഴുവൻ ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നു. സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകളായതിനാൽ ഇവക്ക് മഴക്കാടുകൾ എന്ന പേര് ലഭിച്ചു. ഭൂമിയിലെ മറ്റേതൊരു ആവാസ വ്യവസ്ഥയേക്കാളും കൂടുതൽ സസ്യജന്തുജാലങ്ങൾ ഈ മഴക്കാടുകളിൽ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവയിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. കാലാവസ്ഥ. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലേക്കും ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിൽ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങളും പ്രകടമാണ്.
തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ആഫ്രിക്കയിൽ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. തീരപ്രദേശങ്ങളിൽ മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഇനി സസ്യജന്തുജാലങ്ങൾ. ജൈവ വൈവിധ്യത്താൽ സമ്പന്നമാണ് ആഫ്രിക്ക. സാവന്ന പുൽമേടുകളും ഉഷ്ണമേഖല മഴക്കാടുകളും സെറെൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ്. സെറെൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ ഒരു സവിശേഷതയാണ്. ആഫ്രിക്കയിലെ സസ്യജന്തുജാലങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ബയോബോബ് വൃക്ഷം, കറുത്ത കണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ ഇവയൊക്കെയാണ്. ഇനി എന്താണ് സെറെൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം? കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം. സെറെൻഗെറ്റിയിൽ ദശലക്ഷക്കണക്കിന് സീബ്രകളും ഗസലുകളും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി ടാൻസാനിയക്കും കെനിയക്കുമിടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷ പ്രതിഭാസമാണ്. ആഫ്രിക്കയിലുടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ തെളിയിക്കുന്നു. ഇനി ആഫ്രിക്കയിലെ ജനജീവിതം. ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുമാണ്. സംസ്കാരങ്ങൾ, ഭാഷകൾ, ചരിത്രം എന്നിവയാൽ സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക. പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ്. ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ തെളിവായി നിലകൊള്ളുന്നു. ഇനി നെക്സ്റ്റ് ഭൂഖണ്ഡം റോക്കി മുതൽ അപ്പലേച്ചിയൻ വരെ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ വികസന മുന്നേറ്റത്തിന് പിന്നിൽ അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്ക് വലിയ പങ്കുണ്ട്. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പർവ്വതനിരകളാണ് റോക്കി, അപ്പലേച്ചിയൻ. വടക്കേ അമേരിക്കയിലെ പ്രധാന പർവ്വതനിരകൾ റോക്കി, അതുപോലെ അപ്പലേച്ചിയൻ. അറ്റ്ലസിൻ്റെ സഹായത്തോടെ ഈ പർവ്വതനിരകളുടെ സ്ഥാനം കണ്ടെത്തുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളാണ് മഹാസമതലങ്ങൾ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾ പ്രയറികൾ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പ്രയറികൾ. മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികൾ വടക്കേ അമേരിക്കയിലുണ്ട്. മിസോറി, മിസിസിപ്പി. പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങളും ഇവിടെയാണ്. പഞ്ചമഹാതടാകങ്ങൾ വടക്കേ അമേരിക്കയിലാണ്. വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലഹദ് താഴ്വരയായ ഗ്രാൻഡ് കാന്യോണ് ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ്. വടക്കേ അമേരിക്കയിലുള്ള ഗ്രാൻഡ് കാന്യോൺ എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ്. ഗ്രാൻഡ് കാന്യോണ് ഏകദേശം 446 കിലോമീറ്റർ നീളം, 29 കിലോമീറ്റർ വീതി, 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വരെ വീതിയും 1500 മീറ്ററിലധികം ആഴവുമുള്ള വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാന്യോൺ. കൊളറാഡോ നദിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ബൃഹത് താഴ്വര. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടമാണ്.
ഇനി കാലാവസ്ഥ. ധ്രുവപ്രദേശത്തോട് ചേർന്നു കിടക്കുന്നതിനാൽ ഭൂഖണ്ഡത്തിൻ്റെ വടക്കുഭാഗത്ത് അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. വടക്കുനിന്ന് തെക്കോട്ട് നീങ്ങുന്തോറും താരതമ്യേന ചൂട് വർദ്ധിച്ചു വരുന്നു. സസ്യജന്തുജാലങ്ങൾ. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസകേന്ദ്രമാണ് വടക്കേ അമേരിക്ക. പടിഞ്ഞാറ് ഭാഗത്തുള്ള സെക്വോയ വനങ്ങളും മഹാസമതലങ്ങളിലെ പുൽമേടുകളും ഇതിന് ഉദാഹരണമാണ്. വടക്കേ അമേരിക്കയിലെ ചില സസ്യജന്തുജാലങ്ങൾ കാലിഫോർണിയ പോപ്പി, സഗ്വാരോ കള്ളിച്ചെടി, മൂസ് ഇതൊക്കെ വടക്കേ അമേരിക്കയിലാണ് കാണപ്പെടുന്നത്. ജനജീവിതം. അമേരിക്കൻ ഐക്യനാടുകളും കാനഡയും ഉയർന്ന ജീവിത നിലവാരത്തിനും സാങ്കേതിക പുരോഗതിക്കും പേരുകേട്ടതാണ്. ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ സിറ്റി തുടങ്ങിയ ലോകത്തിലെ വലിയ നഗരങ്ങൾ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു. അനുകൂല കാലാവസ്ഥയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഇവിടുത്തെ കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കുന്നു. മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി അടുത്ത ഭൂഖണ്ഡം. ആമസോൺ മഴക്കാടുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത അനേകം സസ്യജന്തുജാലങ്ങളുടെ ആവാസകേന്ദ്രമായ ആമസോൺ മഴക്കാടുകളുള്ളത് തെക്കേ അമേരിക്കയിലാണ്. നാലാമത്തെ വലിയ ഭൂഖണ്ഡം തെക്കേ അമേരിക്ക. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസും ഏറ്റവും വലിയ നദിയായ ആമസോണും തെക്കേ അമേരിക്കയിലാണുള്ളത്. ആൻഡീസും ആമസോണും. അതിവിശാലമായ ഭൂപ്രദേശമായ ആമസോൺ നദീതടത്തിൻ്റെ ഭൂരിഭാഗവും മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതി സവിശേഷതയാണ്. തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതി സവിശേഷതയാണ് വരണ്ട മരുഭൂമിയായ അറ്റക്കാമ. കാലാവസ്ഥ. ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്കേ അമേരിക്കയുടെ വടക്കുഭാഗങ്ങളിൽ കൂടിയ ചൂടും സമൃദ്ധമായ മഴയും അനുഭവപ്പെടുന്നു. തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്ക് ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇനി തെക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ. ആമസോൺ മഴക്കാടുകൾ ഉൾപ്പെടുന്ന തെക്കേ അമേരിക്ക ജൈവ വൈവിധ്യ സമൃദ്ധമാണ്. ആമസോൺ വാട്ടർ ലില്ലി, അനാക്കൊണ്ട മുതലായവക്ക് പ്രസിദ്ധമാണ് തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകൾ ആൻഡിയൻ ലൂപ്പിൻ എന്ന പുഷ്പച്ചെടിയുടെയും ലാമ പോലുള്ള സസ്തനികളുടെയും ആവാസകേന്ദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തണ്ണീർത്തട പ്രദേശങ്ങളിലൊന്നാണ് തെക്കേ അമേരിക്കയിലെ പാൻറ്റനൽ. സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര ഈ മേഖലയിൽ കാണപ്പെടുന്നു. ഇനി തെക്കേ അമേരിക്കയിലെ ജനജീവിതം. തെക്കേ അമേരിക്കയിലെ ജനങ്ങളിലധികവും കൃഷി, മത്സ്യബന്ധനം, വ്യവസായം എന്നിവയിൽ ഏർപ്പെട്ടവരാണ്. തദ്ദേശീയർ, യൂറോപ്യർ, ആഫ്രിക്കക്കാർ, ഏഷ്യക്കാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് ശ്രദ്ധേയമാണ് ഈ ഭൂഖണ്ഡം. ഇനി നെക്സ്റ്റ് വെളുത്ത ഭൂഖണ്ഡം തേടി. വിവിധ പഠനങ്ങൾക്കായി ഇന്ത്യ അന്റാർട്ടിക്കയിലെ 2 ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അതാണ് മൈത്രിയും ഭാരതിയും. അന്റാർട്ടിക്ക വൻകരയുടെ 98% അന്റാർട്ടിക് ഹിമപാളിയാണ്. 98%. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും ഈ ഹിമപാളിയിൽ അടങ്ങിയിരിക്കുന്നു. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകൾ ആണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകൾ തെക്കേ അമേരിക്കക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസൺ മാസിഫാണ്.
ഈ ഭൂഖണ്ഡത്തിലെ അന്റാർട്ടിക്കയിലെ നിരവധി അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇനി കാലാവസ്ഥ. അന്റാർട്ടിക്കയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ശീത മരുഭൂമിയാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയുടെ വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ശീത മരുഭൂമിയാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലെ സസ്യജന്തുജാലങ്ങൾ. ഹിമപാളികളുടെ വിള്ളലുകളിൽ കാണപ്പെടുന്ന ചില പായൽ വർഗ സസ്യങ്ങളൊഴിച്ചാൽ അന്റാർട്ടിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും തരിശാണ്. ഈ ഭൂഖണ്ഡത്തിൻ്റെ പല തീരപ്രദേശങ്ങളും പെൻഗ്വിനുകളുടെയും സീലുകളുടെയും ആവാസ കേന്ദ്രങ്ങളാണ്. അപ്പോൾ അന്റാർട്ടിക്കയിലെ സസ്യജന്തുജാലങ്ങൾ കൊടുത്തിട്ടുള്ളത് പെൻഗ്വിന്, സീല്, അതുപോലെ പായലുകളൊക്കെയാണ്. ഇനി ജനജീവിതം. മനുഷ്യവാസം തീരെയില്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. പാരിസ്ഥിതിക സവിശേഷതകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരും സാഹസിക യാത്രികരും മാത്രമാണ് ഇവിടെ എത്തുന്നത്. ഇനി നെക്സ്റ്റ് യൂറോപ്പ്. പൗരാണിക സാഹസിക നാവികരുടെ നാട്ടിലേക്ക്. സാഹസികരായ നാവികരുടെ ചരിത്രപ്രസിദ്ധങ്ങളായ യാത്രകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചത്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്ര നമ്മൾ മുൻ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തെ സ്വാധീനിച്ച വാസ്കോ ഡ ഗാമയുടെ നാട്ടിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ എന്ന് പറഞ്ഞിട്ടാണ് യൂറോപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നത്. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ മുതലായ നിരവധി പർവ്വതനിരകൾ യൂറോപ്പിലുണ്ട്. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ. ലോകത്തിലെ നീളമേറിയ നദികളിൽ ചിലതായ ഡാന്യൂബ്, വോൾഗ, റൈൻ മുതലായവ ഒഴുകുന്നത് ഈ യൂറോപ്പ് ഭൂഖണ്ഡത്തിലൂടെയാണ്. ഡാന്യൂബ്, വോൾഗ, റൈൻ. യൂറോപ്പിലെ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളും പുൽമേടുകളുമുണ്ട്. ഫലഭൂയിഷ്ഠമായ സമതലങ്ങൾ, പുൽമേടുകൾ. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേട് സ്റ്റെപ്പി എന്നറിയപ്പെടുന്നു. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേട് സ്റ്റെപ്പി. യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിംജോർഡുകൾ അഥവാ ഫിയോർഡുകൾ എന്നറിയപ്പെടുന്നു. വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ. ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചെരിവുകൾക്കിടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽ തീരങ്ങളാണ് ഫിയോർഡുകൾ. കാലാവസ്ഥ. യൂറോപ്പിൽ പൊതുവെ മിതമായ ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയാണ്. എന്നാൽ ഈ വൻകരയുടെ വടക്കുഭാഗങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച സാധാരണമാണ്. യൂറോപ്പിലെ സസ്യജന്തുജാലങ്ങൾ. യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകൾക്കും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകൾക്കും അതുപോലെ മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. യൂറോപ്പിലെ സസ്യജന്തുജാലങ്ങളാണ് കോർക്ക് ഓക്ക് മരങ്ങൾ, ആൽപൈൻ സ്റ്റെപ്പി പുൽമേടുകൾ, ലിങ്ക്സ് എന്ന് പറയുന്നത് പുലിനൊക്കെ സാദൃശ്യം തോന്നിക്കുന്ന ഒരു ജീവിവർഗമാണ്. യൂറോപ്യർ പൊതുവെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരാണ്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകമുള്ള ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായ ഏഥൻസ്, റോം എന്നിവ യൂറോപ്പിലാണ്. പാരീസ്, ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ കല, ഫാഷൻ, സാങ്കേതികവിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളാണ്. സഞ്ചിമൃഗങ്ങളുടെ നാട്ടിലേക്ക്. നെക്സ്റ്റ് ഭൂഖണ്ഡം ഓസ്ട്രേലിയ. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ്. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ.
ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിര ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാന മരുഭൂമി ഗ്രേറ്റ് വിക്ടോറിയ. ഇനി ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. മുറേ ഡാർലിംഗ് നദീതടം ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖലയാണ് മുറേ ഡാർലിംഗ് നദീതടം. ഇനി കാലാവസ്ഥ. ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശത്തും വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഭൂഖണ്ഡത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും വളർച്ചയുടെ തീവ്രത കൂടുന്നു. സസ്യജന്തുജാലങ്ങൾ. ഓസ്ട്രേലിയയിലെ ഒറ്റപ്പെട്ട സ്ഥാനം സസ്യജന്തുജാലങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പരിണമിക്കുന്നതിന് കാരണമായി. മാർസുപ്പിയലുകളും മുട്ടയിടുന്ന സസ്തനികളും ഇതിന് ഉദാഹരണമാണ്. ഓസ്ട്രേലിയയിലെ ചില സസ്യജന്തുജാലങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തുവിഭാഗമാണ് മാർസുപ്പിയലുകൾ. ഉദരസഞ്ചികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന കങ്കാരു, കൊആല എന്നിവ മാർസുപ്പിയലുകൾക്ക് ഉദാഹരണമാണ്. കങ്കാരു, കൊആല മാർസുപ്പിയലുകൾക്ക് എക്സാമ്പിളാണ്. ഇവ കൂടാതെ മുട്ടയിടുന്ന സസ്തനി പ്ലാറ്റിപ്പസ് എക്കിഡ്ന ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന മറ്റു ജീവികളാണ്. ഇവിടുത്തെ സസ്യജാലങ്ങളിൽ യൂക്കാലിപ്റ്റസ് മരങ്ങളും വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യയും ഉൾപ്പെടുന്നു. ഓസ്ട്രേലിയയിലുള്ള സസ്യജന്തുജാലങ്ങൾ പ്ലാറ്റിപ്പസ്, എക്കിഡ്ന, കൊആല, യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ. ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ. ഇവിടുത്തെ തദ്ദേശീയരായ ഗോത്രവിഭാഗക്കാർ വളരെ പഴക്കമുള്ള സംസ്കാരത്തിന് ഉടമകളാണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബേൻ തുടങ്ങിയ നഗരങ്ങൾ ഉയർന്ന ജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഭൂഖണ്ഡങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഒരു ജോഗ്രഫി ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.